നമ്മൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെയും വകുപ്പ് വിഭജനത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദേശാന്തരീയ തലത്തിൽ നടന്നതാണ്. ഈ പാലസ്തീൻ ചെറുത്തുനിൽപ്പിൻ്റെ നായകനായിരുന്ന ഇസുദ്ദീൻ അൽ ഹദ്ദാദ് എന്ന് പറഞ്ഞ ആ ഒരു പോരാളി ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ പൈശാചികമായ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ 2023 ഒക്ടോബർ 7 ശേഷം ഫലസ്തീൻ്റെ പല നേതാക്കന്മാരും ഹമാസിൻ്റെയും അതുപോലെ ഹിസ്ബുള്ളയുടെയും ഒടുവിൽ ഇറാൻ്റെയും പരമോന്നത നേതാക്കളടക്കം കൊലയപ്പെട്ടിട്ടുണ്ട്. പലസ്തീനിൽ തന്നെ ഹമാസിൻ്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. അതിനുശേഷം യഹ്യ സിൻവാർ കൊലയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരനും പിൻഗാമിയുമായിരുന്ന മുഹമ്മദ് സിൻവാർ കൊലയപ്പെട്ടു. അവരുടെയൊക്കെ ശേഷം ഈ സംഘടനയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ് ഇപ്പോൾ കൊലയപ്പെട്ട അൽ ഹദ്ദാദ്. അൽ ഹദ്ദാദിന് അദ്ദേഹം ഒരിക്കലും പുറത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. പുള്ളി അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഇദ്ദേഹത്തെ ഗോസ്റ്റ് അഥവാ പ്രേതം എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ പിടികിട്ടാതെ പോയ പ്രേതത്തിനെയും ഇപ്പോൾ അവർ പിന്തുടർന്ന് ചെന്ന് കൊല ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഈ കൂട്ടത്തിൽ കൊലയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിവിടെ പത്രത്തിലൊക്കെ വന്നെങ്കിലും അതിന് വലിയൊരു പ്രാധാന്യം കിട്ടിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നു, കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നു. സതീശനാണോ വേണുഗോപാലാണോ ചെന്നിത്തലയാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ തല പോയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ പലസ്തീനെക്കുറിച്ച് ആലോചിക്കില്ല. അതാണ് പറ്റിയത്. അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു പ്രാധാന്യം കിട്ടിയില്ല. ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. പല വിഷയങ്ങളല്ലേ. ഇവിടെ മന്ത്രിസഭ രൂപീകരണം, വകുപ്പ് വിഭജനം, ഫിഷറീസ് വകുപ്പ് ആർക്കാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർക്കാണ്, ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാതിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്കിടയ്ക്ക് ഇത് വിട്ടുപോയി. മനഃപൂർവ്വമല്ല, വലിയ സംഭവം തന്നെയാണ്, മഹാസംഭവമാണ്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ മാധ്യമം പോലും അദ്ദേഹത്തെക്കുറിച്ചൊരു എഡിറ്റോറിയൽ എഴുതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മീഡിയ വൺ ചാനൽ പോലും അത് അർഹിക്കുന്ന ഒരു ഗൗരവത്തോടെ ചർച്ച ചെയ്തില്ല, അടുപ്പൂട്ടി ചർച്ച ഉണ്ടായില്ല. ഫൈനൽ ആർഗ്യുമെൻറ്റിൽ ഇത് ഉൾപ്പെടുത്തിയതായിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ പാലസ്തീൻ്റെ കാര്യം എന്താവും, ഹമാസിൻ്റെ ഭാവി എന്താവും എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഏതായാലും ഈ മൺമറഞ്ഞു പോയ മഹാനേതാവിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പരലോക പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിന് ഇത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അൽ ഹദ്ദാദിനെ വധിച്ച വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് വിമുക്തമാകുന്നതിന് മുമ്പാണ് നമ്മളൊക്കെ ഞെട്ടിച്ച മറ്റൊരു വാർത്ത പുറത്ത് വന്നത്. അത് പത്രത്തിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഇത് വന്നു എന്നുള്ളത് സത്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ പുൽവാമ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു യുവാവിനെ അജ്ഞാതർ മുസാഫറാബാദിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഹംസ ബുർഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ മുമ്പ് സുപരിചിതമായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നേരത്തെ ഇരുന്ന പല ആളുകളെയും ഇതുപോലെ തന്നെ അജ്ഞാതന്മാർ കാശ്മീരിൽ വെച്ചും കാശ്മീരിന് പുറത്ത് വെച്ചും പഞ്ചാബിൽ വെച്ചും സിന്ധിൽ വെച്ചും ഒക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബുർഹാൻ്റെ കൊലപാതകം തികച്ചും യാദൃശ്ചികമാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതാൻ പറ്റുകയില്ല. അദ്ദേഹത്തെ കൊല ചെയ്ത അജ്ഞാതർ ആരാണെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് ഇത് മിക്കവാറും യഹൂദന്മാരായിരിക്കും, ഇസ്രായേലി ഏജൻറ്റുമാരായിരിക്കും എന്നാണ്. കാരണം ഇന്ത്യക്കാർക്ക് ഇത്ര വലിയ ഓപ്പറേഷൻ നടത്താനുള്ള ത്രാണിയോ അല്ലെങ്കിൽ പ്രായോഗിക പരിചയമൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ യഹൂദന്മാർക്കാണെങ്കിൽ, ഇസ്രായേലി ഏജൻറ്റുമാർക്കാണെങ്കിൽ, ISIക്കാർക്കാണെങ്കിൽ എന്തും സാധ്യമാണ്. ഇപ്പോൾ ഇസ്മായിൽ ഹനിയെ കൊല്ലാമെങ്കിൽ, മുഹമ്മദ് സിൻവാറിനെയും യഹിയ സിൻവാറിനെയും കൊല്ലാമെങ്കിൽ ഈ ബുർഹാനെയൊക്കെ കൊല്ലാൻ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതിനേക്കാളും വലിയ ടാർഗറ്റുകൾ നിസ്സാരമായിട്ട് അച്ചീവ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുള്ളവരാണ് മൊസാദുകാർ എന്ന് പറയുന്നത്. നമ്മുടെ റോക്കോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കൊന്നും അതിനുള്ള ത്രാണിയോ സൈനിക ശക്തിയൊന്നുമില്ല. ഇന്ത്യക്കാരാണ് ചെയ്തതെങ്കിൽ തികച്ചും തെറ്റാണ്, ധാർമ്മികമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബുർഹാനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലാണെങ്കിൽ അവിടെ പോയി പരാതി കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നയതന്ത്ര തലത്തിൽ ഇടപെടണം. ഈ ബുർഹാനെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിചാരണ ചെയ്യണം. പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടു തന്നാൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അന്വേഷിച്ച് FIR ഇട്ട് പിന്നെ ചാർജ് ഷീറ്റ് കൊടുത്ത് സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കി കുറ്റം തെളിയിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കും. അബു സലീമിനെ ഏറ്റെടുത്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഏറ്റെടുത്ത പോലെ അദ്ദേഹത്തെ വിട്ട് മേടിക്കണം. എന്നിട്ട് ഇവിടെ വിചാരണ ചെയ്യണം. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ വെറുതെ വിടണം. അദ്ദേഹത്തിന് താമരപത്രം കൊടുക്കാനും വിരോധമൊന്നുമില്ല. പക്ഷേ അതിന് പകരം അജ്ഞാതന്മാരെ പാക് അധിനിവേശ കാശ്മീരിൽ വിട്ട് ഇദ്ദേഹത്തെ കൊല ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ഒരു തൊട്ടിത്തരം ചെയ്ത് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ സർക്കാരാണ്.
അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്, അധാർമികമാണ്, നീതിക്ക് നിരക്കുന്നതല്ല. തീർച്ചയായിട്ടും കാശ്മീർ പോരാട്ടത്തെ ദുർബലമാക്കുന്ന ഒരു നടപടിയായി പോയി, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരിന് തന്നെ കളങ്കം വരുത്തുന്ന ഒരു സംഭവമായി പോയി എന്ന് പറയാതിരിക്കുന്ന വിധത്തിൽ. എങ്ങനെയായാലും നമുക്ക് ഇസ്രായേലിൻ്റെ ഒരു നിലവാരത്തിലേക്ക് താഴാൻ പറ്റില്ല, ഇസ്രായേലിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാനും പറ്റില്ല. നമ്മൾ ഇന്ത്യയുടെ ഒരു നിലവാരത്തിൽ പോകാനേ പറ്റൂ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലവാരം ഇല്ലാതാക്കുന്ന നടപടിയായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റാണ് ചെയ്യിച്ചെങ്കിൽ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുക സാധ്യമില്ല. അങ്ങനെ ചെയ്യിച്ച പതിവില്ല, ചരിത്രമില്ല, ഭൂമിശാസ്ത്രമില്ല, പൗരധർമ്മമില്ല, ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ ബുർഹാനെ വധിച്ച നടപടി, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി വെടിവെച്ചു കൊന്ന സംഭവം എന്ന് പറയുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നു എന്നാണ്. കാശ്മീർ പോരാട്ടത്തെ ദുർബലമാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഏതാണ്ട് ഫലസ്തീൻ്റെ മുറവിളി പോലെ കാശ്മീരിൻ്റെ മുറവിളിയും അവസാനിക്കുമോ എന്ന ഭയമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മീഡിയ വൺ ചാനലിൽ ഇതുവരെ ചർച്ചയൊന്നും ചെയ്തത് കേട്ടില്ല. ഉടനെ ചർച്ച നടക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതും കൂടെ അറിഞ്ഞിട്ട് വേണം എനിക്ക് അന്തിമമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട്, ആരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം ഇതുവരെ കൈവന്നിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ കേൾക്കാൻ കഴിയരുത് എന്ന് പ്രാർത്ഥിക്കുന്നു.